24-ന്റെ പ്രാദേശിക ലേഖകൻ കുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കുമാർ, വളരെ സങ്കടകരമായൊരു വാർത്തയാണ്. ഒരു 60-കാരന് ജീവൻ അവിടെ നഷ്ടമായിരിക്കുന്നു കാട്ടാനയുടെ ആക്രമണത്തിൽ. എന്താണ് കൂടുതലായി ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ, കുമാർ? അതെ, തീർച്ചയായും. രാവിലെ വിറക് ശേഖരിക്കാനായിട്ട് രാവിലെ പോയതാണ്. ഉച്ച 12 മണി ആകുമ്പോഴേക്കും ഇവർ വന്നിട്ടില്ല. തിരിച്ചെത്താത്തത് കൊണ്ട് നോക്കിയപ്പോഴാണ് ഇത് ആനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് അവിടെ കിടക്കുകയായിരുന്നു സ്ഥലത്ത്. അങ്ങനെ കെട്ടിച്ചുമന്നാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. വാഹനത്തിൽ കൊണ്ടുവന്ന് കെട്ടിച്ചുമന്ന് ആശുപത്രിയിൽ എത്തിച്ചു. ഇത് സ്ഥിരമായിട്ട് അട്ടപ്പാടിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പല ഭാഗങ്ങളിൽ നിന്നും ഇങ്ങനെ അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കൃഷിനാശം, അതുപോലെ കണ്ടമാനം കൃഷിനാശം ഉണ്ട് അട്ടപ്പാടിയിൽ. ഇതുപോലെ പല ഭാഗങ്ങളിലും വാഴയും തെങ്ങ്, കവുങ്ങ് ഇതെല്ലാം ഇങ്ങനെ നശിപ്പിക്കുകയാണ്. സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ജനങ്ങൾക്കിടയിൽ ഭയങ്കര ആശങ്കയാണത്. ഈ ഇടയ്ക്കാണ് പുലി അഗളി സ്കൂളിന്റെ അടുത്ത് പുലി ഇറങ്ങിയിട്ട് ഇതുപോലെ ക്യാമറകൾ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കുമാർ, ഈ കാട്ടാനകളെ ഉൾവനത്തിലേക്ക് തുരത്തണം എന്നുള്ളതാണല്ലോ പ്രദേശവാസികളുടെ ഒരു ആവശ്യം. അവരത് നേരത്തെ തന്നെ ഉയർത്തിയതാണ്. എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ പിന്നീട് വനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നോ? അത്തരത്തിലുള്ള എന്തെങ്കിലും വിവരങ്ങളുണ്ടോ, കുമാർ? വനവകുപ്പ് ഈ ആനകൾ ഇറങ്ങുമ്പോൾ വിളിച്ചു പറയുമ്പോൾ അവരവിടെ ചെല്ലുകയും അത് അപ്പൊ താൽക്കാലികമായിട്ടുള്ള ഒരു പരിഹാരം എന്ന നിലയ്ക്ക് അവിടുന്ന് തുരത്തും. അവിടുന്ന് കയറ്റി വിട്ടിട്ട് പോകും. അത് പിറ്റേ ദിവസം ഇതേപോലെ വീണ്ടും തിരിച്ചിറങ്ങും. ഒന്നെങ്കിൽ ഇവര് ഓട്ടി വനത്തിലേക്ക് വിട്ടാലും അത് വീണ്ടും ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് ഇത് വീണ്ടും തിരിച്ച് ഈ ജനവാസ മേഖലകളിലേക്ക് തന്നെ എത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ മൃതദേഹം ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണെന്നാണ് കരുതുന്നത്. ബന്ധുക്കൾക്ക് വിട്ടു നൽകുക, മറ്റു നടപടികളൊക്കെ എങ്ങനെയാണ്? പാലക്കാടാണ്. പാലക്കാട് നിന്ന് കൊണ്ടുപോകുമ്പോഴേക്കും വണ്ടിയിൽ തന്നെ മരിച്ചു. അതുകൊണ്ട് തിരിച്ച് പാലക്കാട് തന്നെ എത്തിച്ചു. തൃശ്ശൂരിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടില്ല. കോട്ടത്തറയിൽ നിന്ന് അവിടേക്കുള്ള യാത്രാമധ്യേ തന്നെ മരണം സംഭവിച്ചു. അതെ, പാലക്കാട് എത്തിക്കും. പാലക്കാട് നിന്ന് തൃശ്ശൂർക്ക് കൊണ്ടുപോകുന്നതിന് വഴിക്ക് മരിച്ചു. വീണ്ടും തിരിച്ച് പാലക്കാട് ഹോസ്പിറ്റലിലേക്ക് തന്നെ എത്തിച്ചിട്ടുണ്ട്. അത് പാലക്കാട് നിന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്നാണ് അറിയുന്നത്. ഇനി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം, അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ടോ? അതൊരു ആശ്വാസമല്ല, ഈ വിഷയത്തിനൊരു പരിഹാരവുമല്ല. എങ്കിലും ആ കുടുംബത്തിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചില സഹായങ്ങളൊക്കെ സാധാരണ നിലയിൽ ഉണ്ടാവുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും ആലോചനകളോ കാര്യങ്ങളോ ഒക്കെ ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ടോ, കുമാർ? അതായത് ആദ്യഘട്ടം 5 ലക്ഷം ഇവർ കൊടുക്കും എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കൊടുത്തിട്ടില്ല. ആദ്യഘട്ടമായിട്ട് മൊത്തം 10 ലക്ഷമാണ്. അതിൽ 5 ലക്ഷം ആദ്യഘട്ടം തന്നെ കൊടുക്കും. പിന്നെ വനംവകുപ്പ് ഇവരുടെ കൂടെ ഉണ്ട്. ബാക്കിയുള്ള സഹായങ്ങൾക്കാരുടെ കൂടെ ഉണ്ട് അവിടെ. ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു? കാരണം ഒരാൾക്ക് ജീവൻ കൂടി നഷ്ടമാവുന്ന പശ്ചാത്തലത്തിൽ നാട്ടുകാരുടെ നിലവിലുണ്ടായിരുന്ന ആശങ്ക അത് വർദ്ധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തെങ്കിലും ഒരു ആക്ഷൻ പ്ലാൻ അവിടെ ആ മേഖലയിൽ ഈ നാട്ടുകാരുടെ ആശങ്ക അകറ്റുന്നതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് ഇപ്പോൾ ആലോചിക്കുന്നുണ്ടോ, കുമാർ? ഇല്ല, അങ്ങനെ ചെയ്യുന്നൊന്നുമില്ല. ഇത് പല ഭാഗങ്ങളിലും കുറച്ച് ഫെൻസിങ് അവിടെ ഇവിടെയായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്നും ശാശ്വതമായ പരിഹാരമല്ല. ഈ ഫെൻസിങ് ചെയ്തിട്ടിട്ട് അവരവരുടെ വഴിക്ക് പോകും. അവിടെ അതിന്റെ കാട് വെട്ടി ക്ലീൻ ചെയ്യുക, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അത് മെയിൻ്റനൻസ് പ്രശ്നമാണ്. ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട് ഇവിടെ. ഒന്നാമത് വനത്തിനുള്ളിൽ വെള്ളം ഇല്ലെങ്കിൽ ഇവരെല്ലാം താഴേക്ക് ഇറങ്ങി വരും. വെള്ളത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. ഈ കാളിയൊക്കെ സ്ഥിരമായി ഇങ്ങനെ വനത്തിനകത്തേക്ക് പോകുന്ന ആളുകളല്ലേ, വിറക് ശേഖരിക്കാനൊക്കെ? കാടിനെ നന്നായി അറിയുന്ന ആളുകളാണെന്ന് തോന്നുന്നു, അല്ലേ? കാട് നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണ്. ഇവർ സ്ഥിരമായിട്ട് വനത്തിൽ പോകുന്ന വനവിഭവങ്ങൾ ശേഖരിക്കുന്ന ആൾക്കാരും ഈ വിറക് കൊണ്ടുവരികയും കന്നുകാലികളെ മേയ്ക്കാൻ പോവുകയും എല്ലാം ഉള്ളതാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഈ ഒരു ആനക്കൂട്ടമാണ് അവിടെ ഉള്ളത് എന്ന് നേരത്തെ ശ്രീത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഈ ആനക്കൂട്ടം നിലയുറപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായോ, കുമാർ? ഇത് എപ്പോഴും അവിടെ ഉണ്ട്. ഈ ഭാഗത്ത് ഈ ആനകൾ എപ്പോഴും അവിടെ ഉണ്ട്. ഇത് മാത്രമല്ല, ഈ ജനവാസ മേഖല ഏറ്റവും ടൗണിന്റെ അടുത്ത് തന്നെ ആനകൾ ഇപ്പോൾ സ്ഥിരമായിട്ട് തമ്പടിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ശരി, വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് പാലക്കാട് അട്ടപ്പാടിയിൽ നിന്ന് വരുന്നത്.